ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വെജ് പുലാവാണ് കേട്ടോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് അതൊക്കെ. കാഷ്യൂനട്ട് നമുക്ക് നെയ്യ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കാഷ്യൂനട്ട് ഇട്ടിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് ലീവ്സ് ഇട്ട് കൊടുക്കാം. ഏലക്കായ, മറ്റേ കായ ഇട്ട് കൊടുക്കാം. അതിൻ്റെ പേരൊന്നും പറയുന്നുണ്ട് സംഭവം. കറുവപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. കറാമ്പൂടെ ആഡ് ചെയ്തു. കറാമ്പൂ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴറ്റി വരട്ടെ കേട്ടോ. ഉള്ളി കുറച്ച് വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ്, ജീരകം ഇത് രണ്ടും ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് നല്ലോണം പച്ചമുളക് മാറുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ഒന്ന് വഴറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തക്കാളി നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, ഗ്രീൻ പീസ്, ഇതാക്കിയിട്ടൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിൽ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഗ്രീൻ പീസ്, ബീൻസ്, പിന്നെന്താ ക്യാരറ്റ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിക്കാം. മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പച്ചക്കറിയൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു 1/2 സ്പൂണ് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇളക്കട്ടെ. അതിന് ശേഷം നമുക്ക് മല്ലി, പുതിന ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചോറിന് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമൊന്നും എടുക്കേണ്ടത് കേട്ടോ. ഇതിലിപ്പോൾ 1.5 കപ്പ് അരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരട്ടെ. പൊട്ടാം. ഇനി നമുക്ക് ഇതിലേക്ക് അരി കൂട്ടി കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. കേട്ടോ, അങ്ങനെ പുലാവ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിരിക്കും കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. അവൻ്റെ കൂടെ കഴിക്കാൻ സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സാലഡോ ചിക്കൻ കറിയോ
എല്ലാം നന്നായിരിക്കും. ഞങ്ങളിന്ന് അമ്പലത്തിലൂടെ വിശേഷമായതുകൊണ്ട് നോണൊന്നും എടുത്തില്ല. അതാണിപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.